അങ്ങനെ നമ്മൾ ക്യാഷ് ഒക്കെ പേ ചെയ്തതിന് ശേഷം പാട്ടും പാടി പുറത്തിറങ്ങുന്ന സമയത്താണ് എക്സിറ്റ് ടെൻഡന്റ് അവിടെ എത്തിയ സമയത്ത് ഒരു ബീപ്പ് സൗണ്ട് അടിച്ചത് പെട്ടുപോനെ. അറിയാലോ, ഒട്ടുമിക്ക പ്രോഡക്ട്സിന്റെ ഉള്ളിലും ഒരു സുനാപ്പി ഉണ്ടാകും, എസ്പെഷ്യലി ഡ്രസ്സിന്റെ ഉള്ളിലൊക്കെ. നമ്മൾ ബില്ലെല്ലാം പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അത് റിമൂവ് ചെയ്യും. ഈ രണ്ട് ലേഡീസ് സ്റ്റാഫുകൾ വളരെ മാന്യമായിട്ടാണ് നമ്മളോട് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ബട്ട് വേറൊരാളുണ്ടായിരുന്നു, അയാളുടെ സംസാരവും നോട്ടും കാട്ടിക്കൂട്ടലെല്ലാം കാണുന്ന സമയത്ത് നമ്മളെന്താ അവിടുന്ന് കട്ടെടുക്കാൻ പോയ പോലെ. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറയുന്നുണ്ട്, ഒരു പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് എനിക്ക് അതെടുക്കണം ഇതെടുക്കണം ഡൗട്ട് ഉണ്ടായിരുന്നു. ബില്ലിംഗ് സെക്ഷനിൽ എത്തിയ സമയത്ത് അതേ സംശയം ഞാൻ വീണ്ടും എന്നോട് ചോദിച്ച സമയത്ത് ഫ്രണ്ട് തശ്രീവൻ പറഞ്ഞു അതന്നെ പോയിട്ട് എടുത്തിട്ട് വന്നു. അപ്പോൾ ഓടി പോയിട്ട് ഞാനത് ചേഞ്ച് ആക്കി കൊണ്ടുപോയി. ഞാനത് ചേഞ്ച് ആക്കി വന്നപ്പോഴേക്കും ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന മറ്റ് പ്രോഡക്റ്റുകളൊക്കെ ഇവർ ബില്ലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പ്രോഡക്റ്റ് ഞാൻ ചേഞ്ച് ആക്കി കൊണ്ടുവന്ന പ്രോഡക്റ്റ് അവർ ബില്ലാക്കാണ്ട് ഡയറക്റ്റ് ആ കവറിലിട്ടാണ് ഞങ്ങൾക്ക് തരുന്നത്. ട്രെയിൻ വരാനായതല്ലേ, അപ്പോൾ കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം, നിങ്ങൾ പെട്ടെന്ന് അവർ ഇറങ്ങണം എന്ന് വിചാരിച്ചു ഞങ്ങളത് നോക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. അതൊരു തെറ്റാണെന്ന് വെച്ചാൽ തെറ്റാണ്, പക്ഷേ ഞങ്ങൾ അംഗീകരിക്കാൻ റെഡിയാണ്. ബട്ട് ഇവരത് റെഡിയല്ല, ഇവർ ഭയങ്കര ഞങ്ങളെന്തോ കുറ്റം ചെയ്ത പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. മൂപ്പര് പറയണതിനനുസരിച്ച് തിരിച്ച് ഞങ്ങളും പറയണുണ്ടായിരുന്നു. ബട്ട് മലയാളത്തിൽ തുടരുന്നതിന് ഒന്ന് അമർത്തുക നടക്കൂല മക്കളെ, കാരണം മൂപ്പർക്ക് മലയാളം അറിയില്ല. ലാസ്റ്റ് പിന്നെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും അങ്ങ് പിടിച്ചിട്ട് അങ്ങ് കഴിച്ചു. എക്സ്ക്യൂസ് മീ മാൻ, ദിസ് ഇസ് അവർ പ്രോബ്ലം, ആപ്കാ പ്രോബ്ലം ഹേ, ബിക്കോസ് യുവർ സ്റ്റാഫ് പ്രിപ്പയർഡ് ദ ബിൽ ബിഫോർ ചെക്കിംഗ് അവർ പ്രോഡക്റ്റ്. അപ്പൊ പിന്നെ അയാൾ നേരെ നമുക്ക് ബില്ല് അടിച്ചു തന്നിട്ടുള്ള സ്റ്റാഫിന്റെ അടുത്ത് പോയി. അയാൾക്ക് ഞങ്ങളെ കണ്ടവാൻ പോലും ഇല്ല, അയാളെല്ലാന്നാണ് പറയുന്നത്. അപ്പോഴാണ് തശ്രീഫ് എന്നോട് പറയുന്നത് വീഡിയോസ് എന്റെ കയ്യിലില്ലേ, ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് വീഡിയോസ് എടുത്ത് ഓർമ്മ പോലുള്ളത്. അൽഹംദുലില്ലാ എടുക്കാൻ തോന്നില്ല. അയാൾ ഞങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയി നിന്ന് സംസാരിക്കുന്ന പോലെ തോന്നിയ സമയത്ത് ഹലോ മിസ്റ്റർ, ഐ എം എ യൂട്യൂബർ, കെടുക്കട്ടെ അല്ല, ഒരു പുക്ഞ മനോഭാവത്തിൽ ബാക്കിയും കൂടി അങ്ങ് കാച്ചി കൊടുത്തു. മേരാ പാസ് എവിഡൻസ് ഹൈ, ദേഖോ എവറി വീഡിയോസ് അവൈലബിൾ ഇൻ മൈ മൊബൈൽ, സോ സ്പീക്ക് കെയർഫുള്ളി. കാര്യങ്ങളൊക്കെ ഇത്രയും പറഞ്ഞിട്ട് വീഡിയോസ് കാണിച്ചു കൊടുത്തിട്ട് മറ്റേ ചങ്ങായിക്ക് ഇനി CCTV കൂടി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അതാണ് നേരത്തെ കണ്ടത്. ഒരുപാട് സ്റ്റുഡിയോയിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്, എസ്പെഷ്യലി കേരളത്തിലൊക്കെ നല്ല രീതിയിലാണ് അവരൊക്കെ ബിഹേവ്. ഇത്രയും ബാഡ് എക്സ്പീരിയൻസ് അത് ഫസ്റ്റ് ടൈം ആണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. CCTV ചെക്ക് ചെയ്ത സമയത്ത് തെറ്റ് അവരുടെ ഭാഗത്താണ് അവർക്ക് പൂർണ്ണമായി മനസ്സിലാക്കിയതിനെ കൊണ്ട് അവസാനം അവർ സോറി പറഞ്ഞു. ആ പ്രോഡക്റ്റിന് നമ്മൾ ബില്ലിട്ടാൽ അത് എടുത്തോളൂ സാർ എന്നെല്ലാം. എന്തിന് ഇനി അതിന്റെ ആവശ്യമില്ല, ഇറ്റ്സ് ഓക്കെ നോ പ്രോബ്ലം എന്ന് പറഞ്ഞ് ഞങ്ങൾ പോകുന്നു. പിന്നെ ആ മോളിൽ മൊത്തത്തിലൊന്ന് പറഞ്ഞു ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗിൽ പേരിൽ പറ്റിപ്പോയതാണെങ്കിൽ അവർ അത്ര അങ്ങനെ മോശമായിട്ടൊന്ന് പെരുമാറേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഇറ്റ്സ് മീ ബാദ്ഷാ. ഓക്കെ ബൈ.